ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ബെർലിൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരു ബെർലിൻ സമയം ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഒന്ന് ഫ്രഷായി. ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമ്മൾ സൈറ്റ് സീയിങ്ങിനെ പോകുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പാക്കേജായിട്ട് വരുന്ന എടുത്തുള്ള പ്രശ്നം വെച്ചിട്ട് നമുക്ക് വന്ന് ഫ്രഷപ്പായിട്ട് രാവിലെ ഫ്രഷപ്പായിട്ട് പോകുന്ന ടൈം ഇവർ നമുക്കിപ്പോൾ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ബെർലിൻ എയർപോർട്ടിൽ തന്നെ വന്ന് എയർപോർട്ടിൽ തന്നെ ജസ്റ്റ് ഫ്രഷപ്പായി നമ്മൾ നേരെ ഇപ്പം സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാനുള്ളത് ബെർലിൻ എയർപോർട്ടിൽ തന്നെയാണ്. എല്ലാവരും ഓരോരോ വഴിക്ക് പോയതാണ്. ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ മാറി ഫ്രഷപ്പ് ചെയ്തു. നല്ല തണുപ്പുണ്ട്, അതൊരു കാര്യം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീല്, ജർമ്മൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്തായാലും അത് ഇവിടെ വന്ന് തന്നെ നമുക്കത് ഫീൽ ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. എന്തായാലും ഐ എം റിയലി ഹാപ്പി. അപ്പം നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ജസ്റ്റ് ഇപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് എയർപോർട്ട്. ഇത് മുകളിലേക്ക് നമുക്ക് കയറി പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് പോകാനുള്ളത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലാണ് എക്സിറ്റ് വരുന്നത്. ഇവിടെ എക്സിറ്റ് വരുന്നത്, ഇവിടെ നമുക്ക് പുറത്തേക്ക് പോകാം. അങ്ങനെ ഇതാണ് എയർപോർട്ട്. വലിയ എയർപോർട്ടാണ്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ കേട്ടോ അത്. നമ്മളിപ്പോൾ എക്സിറ്റിൽ നിൽക്കുന്ന സ്ഥലത്തെ ഒരു ചെറിയ പോർഷനാണ് ഈ കാണുന്നത്. മാം, എന്താണ് ഫീൽ ചെയ്യുന്നത്? ജർമ്മനിയെ പറ്റി എന്താണ് പറയാൻ? ഹലോ, നീ ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്ന് എല്ലാവരും ഞങ്ങളിപ്പോഴും കേട്ടോ, ഞങ്ങളിപ്പോഴും എയർപോർട്ടിൽ തന്നെ ഇരിക്കുമോ? പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം പറയാം. തണുപ്പ് എങ്ങനെയുണ്ട്? പുറത്തിറങ്ങി നോക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഓരോ മൂലക്കുണ്ട്. മാം എക്സൈറ്റഡ് ആണ്, കൂടെയുള്ള കുട്ടികൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇനി പുറത്തെ വിശേഷങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ നിന്ന് കുറച്ചും കൂടി ഒരു ഹാങ് ഔട്ട് ഉണ്ട്. ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പുള്ളി വരാൻ വേണ്ടിയിട്ട്. പുള്ളിനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ബസ് ഇതാണ് നമ്മൾ പോകുന്ന ബസ് കേട്ടോ. ബസ്സിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ മരച്ച് വരയ്ക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ്. ഫോട്ടോഗ്രാഫ് Take left, take right. How is the weather, boss? Weather is super hot. How is the weather? Amazing. I thought you were showing something. എങ്ങനെയുണ്ട് മാം കാലാവസ്ഥ? നല്ല കാലാവസ്ഥ. അതിനോ ഞങ്ങളുടെ എന്തൊക്കെയാണ് പ്ലാൻ എന്നറിയില്ല. പ്ലാനൊക്കെ നോക്കിയിട്ട് ഞങ്ങളല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതായിരിക്കും. ഇപ്പം എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? ചോറിനാണോ പോകുന്നത്? ആണോ? അത് ആദ്യം കഴിഞ്ഞിട്ട് മതി നമുക്ക് ബാക്കിയല്ല. ചോറിന? ഓക്കെ, അപ്പോൾ നമുക്ക് ചോറ് നേടുന്ന ഇനി എന്തായാലും കാണാം. ഓക്കെ, that is where the place name बड़ा मुश्किल से नाम है. little bit hard name. So it's a Chinese restaurant. ഗൈസ്, അപ്പോൾ നമ്മളിത് അങ്ങനെ ജർമ്മൻ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. എനിക്ക് എന്താ പറയുക, അത്രയേറെ ജർമ്മൻ സ്ട്രീറ്റ്സും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താ ഒരു പഴയ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ഇതാണ് ജർമ്മനിയുടെ ഒരു സ്ട്രീറ്റിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ. കുറച്ചങ്ങനെ നടക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ബസ്സിനാണ് നമ്മളിവിടെ വന്നത്. അങ്ങനെ നമ്മൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അതായത് പേക്കിംഗ് എൻട്ടെ എന്ന് പറഞ്ഞാൽ ചൈനീസ് റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിക്കാൻ വന്നതാണ്. എന്താ പറയുക, സ്ട്രീറ്റിൻ്റെ ഒരു ലുക്കാണ് ഇത്. എന്താ മോനെ ബ്യൂട്ടി, ഭയങ്കര രസമാണ് കാണാൻ. എല്ലാം ഒരു ഓൾഡ് ടച്ചാണ് വരുന്നത് ലുക്കിന്. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫോട്ടോസിലായാലും മൈൻഡിലായാലും അങ്ങനെ കിടക്കുന്ന ഒരു ഇതാണ്. നമുക്ക് എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ഇതാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഹോട്ടൽ കേട്ടോ. നമ്മുടെ ടീമെല്ലാം അവിടെ ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താ കഴിക്കാന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം എന്താ അവിടെ ഉള്ളതെന്ന്.
അപ്പൊ നോക്കട്ടെ എന്താ കഴിക്കാൻ വരിക എന്നുള്ളത്, എന്താ അവർ കൊണ്ട് തരിക എന്നുള്ളത്. After I have it, I will let you. നമ്മൾ സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യാന്നാണ് ബോസ് പറയുന്നത്. Only for them to, not for you to find. സൂപ്പ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കറക്കുമ്പോൾ ഇങ്ങനെ വരും. It appears to be full veg, but I will confirm. How is it, boss? 90% Veg? 90%. നമ്മൾ സൂപ്പ് കുടിക്കുകയാണ്. എങ്ങനെയുണ്ട് മാം സൂപ്പ്? ജിൻസ മാം സൂപ്പ് എങ്ങനെയുണ്ട്? പൊളിയല്ലേ സുദ്ധി? അടിപൊളി ടേസ്റ്റാണ് വെജ് സൂപ്പ്. It looks like tofu. Then only agree to. Let's see what we have back. നമ്മുടെ ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ബീഫാണ്, പിന്നെ ഇത് ബ്രോക്കോളി പ്ലസ് ചിക്കൻ, ഇത് മഷ്റൂം ചിക്കൻ, ഇത് ഫിഷ്, പിന്നെ സോസ് എന്തൊക്കെയാണ് ഇതും ചോറ്. എണ്ണ കഴിച്ചിട്ട് നല്ല നല്ല ടേസ്റ്റല്ലേ? കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതല്ലേ? ഇതിങ്ങനെ തന്നെ വരും. എങ്ങനെയുണ്ട് മാം ഫുഡ്? നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് കഴിക്കാം. ഗൈസ് ഡേ നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മളപ്പോൾ ബസ്സിൽ വീണ്ടും കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് ചെറിയൊരു സിറ്റി ടൂറിനാണ് കേട്ടോ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഗൈഡ് ഉണ്ടാവും. അപ്പോൾ ഗൈഡ് നമ്മുടെ മെയിനായിട്ടുള്ള ബെർലിൻ ടൗണിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് നമ്മളെല്ലാം പറഞ്ഞിങ്ങനെ കാണിക്കുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും അതെങ്ങനെയൊക്കെയാണെന്ന് കാണാം. ശരി, നമുക്ക് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ചെകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി നമ്മൾ പഠിച്ച ഹിറ്റ്ലർ, അതേപോലെ തന്നെ വെസ്റ്റ് ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി, ബെർലിൻ വാൾ, ഇതെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. When the Prussian kingdom. അപ്പോൾ ഗൈസ് നമ്മുടെ ടൂറ് ഗൈഡെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് കേട്ട് നോക്കണം കുറച്ച് നേരം. About the kingdom of Prussia. Please raise your arm. Thank you. Okay. So I will tell a little bit to the rest of the group about Prussia. Now, just a second. We will see some of the most famous landmarks. On the right hand side we are passing this sort of a field of stones here, right to the right. This is the Holocaust Memorial. Wow. So in case you find time tomorrow, I think this is part of the Trabi tour you're doing tomorrow. So tomorrow you will be driven in original East German plastic cars from the 1960s. ഗൈസ് നമ്മളിത് ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും കല്ലറകളാണ്. കല്ലറകളെന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ബോഡികളില്ല, ഇതൊരു ആർട്ടിഫിഷ്യൽ കല്ലറയാണ്. അതായത് യുദ്ധത്തിന് സമയത്ത് ജ്യൂസ് കൊല്ലപ്പെട്ടതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി 2711 കല്ലറകൾ ഇവർ ഒരേ ഡിസൈനിൽ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ച ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ബിൽഡ് ചെയ്ത് വെച്ചതാണ്. ഭയങ്കരമായിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫോട്ടോസ് നോട്ട് വയ്ക്കാം. So it is of course a dark subject matter, but it's also possible just to walk through the place and to experience the architecture.
It's very fascinating because it feels completely different when you're inside than if you're watching on it from the outside. It's a real experience. And the most special thing is that the architect who designed this memorial never explained his concept. So it's like a secret, actually. Yeah? So it's a cool thing. My recommendation, walk through it. Yeah. So in terms of east and west, we are now ഗൈസ്, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ പുള്ളി പറഞ്ഞ് നമുക്ക് തരുന്നത്, ഇപ്പോൾ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈസ്റ്റ് ജർമ്മനി കൂടിയാണ്. അപ്പുറത്തെ സൈഡിൽ കാറുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ജർമ്മനിയിലൂടെയാണ്. അപ്പോൾ ഇതിന് നടുക്കൂടെ ഒരു ലൈനുണ്ട്, അതാണ് ഈസ്റ്റ് വെസ്റ്റ് ജർമ്മനീനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു സ്ഥലം എന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മളിപ്പോൾ സിറ്റി ടൂർ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി പോകണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ രാത്രി പ്ലെയിനിൽ കയറിയതാണ്, എല്ലാവരും ടയേർഡാണ്. അതേപോലെ നമ്മൾ ഡയറക്റ്റ് ബസ്സിൽ കയറിയിട്ട് കുറച്ച് നേരം ടൂറ് സിറ്റി മൊത്തം കണ്ടു എന്നേ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നു. ഫ്രഷപ്പ് ആയിട്ട് വൈകുന്നേരം നമ്മൾ ഫുഡ് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 4:30 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മഴയുണ്ട്. അതേപോലെ ഒരു 3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ തണുപ്പെന്ന് പറയുന്നത്. രാത്രിയാകുമ്പോൾ -1ലേക്കും സ്നോഫാളിലേക്കൊക്കെ വരും. അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ടൗൺ ആയാലും അതേപോലെ തന്നെ മൊത്തത്തിലുള്ള ലുക്കാണെങ്കിലും. അപ്പോൾ എന്തായാലും നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ രാത്രിയിൽ ബെർലിൻ ടൗണിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അടിപൊളി വൈബാണെന്ന് വെച്ചാൽ നല്ല ലൈറ്റ് മഴയുണ്ട്. അതേപോലെ തന്നെ സിറ്റിയൊക്കെ കണ്ടില്ലേ, സൂപ്പറാണ്. നമുക്ക് ഫുഡ് കഴിക്കുന്ന ഹോട്ടലിലേക്ക് ഇങ്ങനെ പോവാം. ഇതാണ് നമ്മുടെ ബ്രോ കഴിക്കാൻ പോലെ നമുക്ക് എങ്ങനെയുണ്ട് വൈബ്? നല്ലൊരു ഹാപ്പനിങ് സ്ട്രീറ്റ് ആണിത്. അതെ അല്ലേ, നമ്മള് ഇന്ത്യൻ റെസ്റ്റോറന്റ് തപ്പി ഇറങ്ങിയതാണ്. ഇപ്പൊ കണ്ടു നമ്മൾ ഏതിലേക്ക് പോകുന്നത്? ആനന്ദ് ഇന്ത്യൻ റെസ്റ്റോറന്റ്. ആനന്ദ് ഇന്ത്യൻ റെസ്റ്റോറന്റ് അതെത്തി. പക്ഷെ നമ്മളിപ്പോ ഒരു 4-5 കിലോമീറ്റേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു ഫുൾ സിറ്റി വൈബാണ്. അതെ അതെ, ഈ സ്ട്രെച്ച് മൊത്തം. എനിക്ക് ആ വാളിന്റെ ഒക്കെ ആ ഏരിയ ഉണ്ടല്ലോ. പക്ഷെ നമ്മളൊരു 5 ഇന്ത്യൻ റെസ്റ്റോറന്റ് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മള് കറക്റ്റ് നോ? അതെ, ബട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നല്ല ഫുഡ്. ചൈനീസ് റെസ്റ്റോറന്റ്, നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡ്. ഒരു നമ്മുടെ ഇപ്പൊ നമ്മളൊരു സ്ട്രീറ്റിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അടിപൊളി. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, ഒരു സൈഡില് ഒരു പഴയ ആർക്കിടെക്ചർ, ബട്ട് അതിന്റെ മറ്റേ സൈഡില് പുതിയ ആർക്കിടെക്ചർ. അവരാ പഴയ വേൾഡ് വാർ സമയത്തുള്ള അതിന് മുമ്പ് ആർക്കിടെക്ചറൊക്കെ പ്രിസർവ് ചെയ്തിട്ട് ഒരു ഓൾഡ് സിറ്റിയും ന്യൂ സിറ്റിയും ഒരുപോലെ കൊണ്ടെടുക്കുകയാണ്. ആ ബിൽഡിംഗ് ഒക്കെ നമ്മളിപ്പോഴും കണ്ടാലും, പഴയ ബിൽഡിംഗ് ആയാലും എല്ലാം അതെ. അത് നമ്മളിപ്പോ ഏത് ഫ്രെയിം വെച്ചാലും അവിടെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? യെസ്, നമ്മുടെ ആള് ബാക്കിലുണ്ട്. യൂസഫാണ് നമ്മുടെ എല്ലാത്തിന്റെ ആള്. ബ്യൂട്ടിഫുൾ സിറ്റി. യെസ്, ഒരിക്കൽ കൂടി ഇവിടെ വന്ന് നമുക്ക് സെറ്റിൽ ആവണമെന്ന് എനിക്കൊരു ആഗ്രഹം. ഞാനിന്ന് ആ പുള്ളിനോട് പറയുകയും ചെയ്തു. ഇത് ഒരു പീക്ക് വിന്റർ ആണ് അല്ലേ? പീക്ക് വിന്റർ അല്ലേ? യെസ്, ഇറ്റ്സ് എ പീക്ക് വിന്റർ. നോ, It is a peak winter. I'm saying it gets this colder. Let's go. It will be what? December is the peak winter. Okay, but still, it's not unbearable. Yeah, so like it's what is bearable cold. What is the place of is this one street name? This is What's the street name, bro? That Albertstraße 8. Albertstraße 8. 8. Thank you. Albertstraße 8. Oh, Steven bro, you can see an Italian restaurant. This one, right? Boccon Divino. Boccon Divino. എല്ലാ തരത്തിലുള്ള റെസ്റ്റോറൻറ്റും ഉള്ളൊരു സ്ട്രീറ്റാണ് ഇത്. അടിപൊളി. അതെ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആദ്യം പോയി ട്രാവൽ ചെയ്ത സമയത്ത് आनंद पीछे कहाँ? आनंद पीछे उधर है. Where are you going? पीछे നമ്മള് ആനന്ദ് ഉധർ ഹി ഹൈ. उधर ही तो जाना है. സോ ഗൈസ്, നമ്മളിതാ ഒരു നമ്മൾ ആദ്യം കണ്ട ഹോട്ടലിലേക്ക് തന്നെ നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ. നമ്മളത് കഴിഞ്ഞിട്ട് ചെറിയൊരു വാക്ക് അല്ലേ? നല്ല നമ്മുടെ അടുത്ത് ഗൈസ്, അങ്ങനെതാ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ആനന്ദ് റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. എന്താണ് അങ്ങനെ പറയാനുള്ളത്?
നല്ല വിശപ്പുണ്ട്, ഫുഡ് വന്നിട്ടില്ല. ഒരു 3 കളറിലുള്ള എന്തോ വെച്ചിട്ടുണ്ട്. വീട്ടിൽ ഇതെന്താണ് സാധനം? ഈ പച്ച കളർ സാധനം, ഇതിനകത്ത് തൈരുണ്ട്, പിന്നെ മധുരമുണ്ട്, പിന്നെ പെരിഞ്ചീരകം അരച്ച് ചേർത്തിട്ടുണ്ട്, പിന്നെ മിന്റിന്റെ ഒരു എസൻസ് വെച്ചിട്ടുണ്ട്. വായി വെക്കാൻ പറഞ്ഞു. പക്ഷെ ഈ സാധനം പൊളിയാണ്. ശ്രുതി എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ മാം? എന്താ പറയാനുള്ളത്? ഞാനൊന്ന് റെസ്റ്റോറൻറ്റ് കാണിച്ചു. ഞാൻ റെസ്റ്റോറൻറ്റ് ഞാൻ ചെറുതായിട്ട് റെസ്റ്റോറൻറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. നല്ല വൈബാണ്. നല്ല മഴയത്ത് നല്ല പാട്ടൊക്കെ കേട്ടിരുന്ന് കാണാൻ പറ്റിയ വൈബാട്ടോ. ജർമ്മനിയിൽ നിങ്ങൾക്ക് രസകൾ കിട്ടും, അതുപോലെ പാൽപ്പഴം കിട്ടും, എല്ലാവിധ സാധനങ്ങളും കിട്ടും. അതുപോലെ ഇതാ ബഫറ്റ് ഹിന്ദിയിൽ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതാ ഓരോ സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കഴിച്ചേക്ക് എനിക്ക് നല്ല വിശപ്പുണ്ട്, കാരണം ഉച്ചയ്ക്ക് കഴിച്ച പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാം. You can sit where you want. This is your area. ഗൈസ്, നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദിസ്? ഗോബി മഞ്ചൂരി. ഗോബി ബോൾ. കൊള്ളാം, നൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും ഗോബി മഞ്ചൂരിയാണ്. ഇതും കൊള്ളാം. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടേ അയ്യോ പുളി സൂപ്പർ ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടു കേട്ടോ. മഞ്ഞ വാസ് ഓക്കെ, മഞ്ഞ വാസ് ഗുഡ്. ചിക്കൻ പക്കോട നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്ര മൈദ വേണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ചിക്കൻ ആയതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ പറയില്ല മാം, ബീഫ് കിട്ടാവോ? ചിക്കൻ എൻ്റെ ഫേവറേറ്റാ. റെഡ് കളറാ? You serve anything in beef? സോസ് ഞാൻ ഫില്ല് ചെയ്തെന്നാ മതിയോ? അയ്യോ, ചിക്കൻ ടിക്ക. പക്ഷെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ മാം, ഒരു മാംഗോസ് ഉണ്ടാവും ഇതിന് പുറമെ? ചിക്കൻ ടിക്കൻ നല്ലതാ കേട്ടോ. നല്ല ടേസ്റ്റ്. ബിരിയാണി ഉണ്ടാവും. നല്ല ഫുഡ്. ഹലോ ഗൈസ് അങ്ങനെ നമ്മളിത് അപ്പോൾ റൂമിലാണ് ഉള്ളത്. നമ്മൾ ബെർലിന് രാവിലെ വന്നതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അധികം സ്ഥലങ്ങളൊന്നും നമുക്കിന്ന് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇന്ന് ബസ്സിൽ ടൗൺ മാത്രം, അങ്ങനെ ബസ്സിൽ ഇരുന്നുകൊണ്ട് ടൗണിൽ കൂടി ഒരു യാത്ര മാത്രമാണ് നമ്മൾ ചെയ്തതെന്ന്. അപ്പം ഉച്ചയ്ക്ക് നമ്മൾ പോയി ചോറുണ്ടു. നമ്മൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങി ബസ്സിൽ കയറിയിട്ട് പിന്നെ നമ്മൾ പോയത് ചെറിയൊരു ടൗൺ യാത്ര മാത്രം. ജസ്റ്റ് നമുക്കൊന്ന് എല്ലാവർക്കും ക്ഷീണമാണ്, കാരണം ഇന്നലെ രാത്രി മുതലേ നമ്മൾ ഫ്ലൈറ്റിൽ ഫുള്ള് ഇരുന്ന് ക്ഷീണിച്ച് ആണ് നമ്മൾ വന്ന് ഉറങ്ങിയിട്ടില്ല. അപ്പം എല്ലാവർക്കും ക്ഷീണമായതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഒതുക്കി. അപ്പം ഇപ്പം നമ്മളുള്ളത് നമ്മുടെ ഹോട്ടലിലാണ്. ബെർലിനിൽ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഉള്ളത്. റൂം ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം.
അപ്പം നമ്മൾ ഇപ്പോൾ ഒരു സമയം ഇവിടെ 7:30 ആയിട്ടുണ്ട്. ഇപ്പം 7:30 സമയത്ത് നമ്മൾ ഇവിടുന്ന് പബ്ബിൽ പോകാൻ വേണ്ടി പോവാണ്. അപ്പം പബ്ബിലേക്കാണ് നമ്മളെല്ലാവരും കൂടെ പോകുന്നത്. അപ്പം ടീമെല്ലാവരും പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാനും കുളിച്ച് ഫ്രഷ് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. ജസ്റ്റ് റൂം നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ റൂം. ഇതാണ് വാഷ്റൂമിൽ നമുക്ക് പേപ്പർ ഇത് മാത്രമേ ഉള്ളൂ, ടിഷ്യൂ മാത്രമേ ഉള്ളൂ. ഷവറൊന്നുമില്ല, കഴുകാൻ പാകത്തിന് നമുക്ക്. പിന്നെ ഡോറ് ഇങ്ങനെ. ഇതാണ് ഇവിടുത്തെ റൂം വരുന്നത് കേട്ടോ. ചെറിയ 2 പേർക്കുള്ള ഞാനും നമ്മുടെ ഒരു കൊളീക്കുമാണ് റൂമിലുള്ളത് കേട്ടോ. അപ്പം അതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ ഫോണ് ഇന്ന് ഇതുണ്ടോ, ഫോണിങ്ങനെ ഇരിക്കുന്നത് ഒന്നും ആവുന്നില്ല. ഇത് ഓപ്പൺ ആവുന്നില്ല. ഇതുണ്ട് ഇങ്ങനെ വന്ന് കളിക്കുക. ഞാൻ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റിയിട്ട് അത് നടക്കുന്നില്ല, ഒന്നും ആവുന്നില്ല. ഇങ്ങനെ സ്റ്റക്കായിരിക്കുക ഫോണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഫോൺ എടുത്തതായിരുന്നു. അപ്പോൾ ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇനി പബ്ബിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുക. അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുക്കണം. പിന്നെ അത് എഡിറ്റിങ്ങിൻ്റെ പരിപാടി കുറച്ചുണ്ട്. അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഫോൺ എനിക്കിങ്ങനെ പണി വന്നത്. അപ്പം കുഴപ്പമില്ല, റെഡിയാവും. അത് ഞാൻ പവർ ബാങ്കിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൺ. അപ്പം അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. അപ്പം അതെന്തായാലും ശരിയാവും. കുറച്ച് ചാർജ് പോയി കഴിയുമ്പോൾ ഞാൻ കുത്തിയിട്ടിട്ട് ഓണാക്കുമ്പോഴത്തേക്ക് അത് റെഡി ആയിക്കോളും. നാളെ ഇങ്ങനെ വന്നതായിരുന്നു. അപ്പം എനിക്കറിയില്ല, ചിലപ്പം ചാർജ് ചെയ്യേണ്ടി ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് റൂം. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും അടിച്ച് പൊളിച്ച് നല്ലൊരു ഇത് വൈബിലേപ്പോൾ ഉള്ളത്. കാരണം എല്ലാവർക്കും ഒത്തിരി ബെർലിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടൗൺ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമായി. കാരണം അത്ര ഒരു എന്താ പറയുക, ടൗണൊക്കെ പണിത് വെച്ചിരിക്കുന്ന ആ ഒരു നിർമ്മിതിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. എല്ലാം ഹിറ്റ്ലറിൻ്റെ കാലത്തുള്ള ആ ഒരു സ്റ്റോറിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ബെർലിൻ വാളും അതേപോലെ തന്നെ അങ്ങനത്തെ ഒത്തിരി ഹിസ്റ്റോറിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നടന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പം അതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പം എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. നാളത്തെ നാളത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ എല്ലാം എടുത്ത് കാണിച്ചു തരാം. പിന്നെ എന്താ പറയുക, കുറേ നാളായിട്ട് ടച്ച് വിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഒരു എന്തോ ഒരു ഇതുപോലെ എടുക്കുമ്പോൾ കുഴപ്പമില്ല, ശരിയായിക്കുള്ളൂ കേട്ടോ, അത് പ്രശ്നമില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം എന്തായാലും നമുക്ക് ഇനി പബ്ബിലേക്കുള്ള പോയിട്ടുള്ള വീഡിയോസാണ്. എല്ലാവരും താഴെ വെയിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നാൽ നമുക്ക് ഇറങ്ങാം. ഫോൺ എന്തായാലും നമുക്ക് ഉപകാരമില്ല, എന്തായാലും എടുത്തേക്കാം, കയ്യിൽ പിടിച്ചേക്കാം ഫോൺ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വന്നിട്ട് കാണാം. ഓക്കെ.